ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അതും എൻ്റെ ആമയുടെ സ്കൂളിലെ ടീച്ചർക്ക് ഒരു മാം ടു ബി മക്കളും സംഘടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാം ടു ബി. ഈ ടീച്ചർ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ടീച്ചർ വീട്ടിലേക്ക് റെസ്റ്റ് ആയതുകൊണ്ട് പോവണം. അപ്പം മക്കൾക്ക് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കേക്കും അവർക്ക് എല്ലാവർക്കുള്ള കപ്പ് കേക്കൊക്കെ കൂടി എന്നെക്കൊണ്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഉച്ചയായപ്പോഴേക്കും അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായപ്പോഴേക്കും അവിടെ എത്തിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2 കുഞ്ഞ് കാലൊക്കെ ഉണ്ടാക്കി, എന്നാൽ പറ്റുന്ന വിധം നല്ല അടിപൊളി കേക്കൊന്നും അല്ല കേട്ടോ. ഡെക്കറേറ്റൊന്നുമൊക്കെ കുഞ്ഞു രീതിയിലേ ചെയ്തിട്ടുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർക്കും തന്നെ കുട്ടികളുടെ രീതിയിലുള്ള ബഡ്ജറ്റിനനുസരിച്ച്. പിന്നെ അവരിതാ ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ പ്ലാനാണ് കേട്ടോ. എന്നെക്കൊണ്ട് കേക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയതാ അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ വരുന്നതിന് മുമ്പേ അവരതൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ മറ്റ് ടീച്ചേഴ്സും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പ്രഗ്നന്റ് ആയപ്പോ പറഞ്ഞോട് അന്നേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ മറ്റേ ടീച്ചർമാരും കൂടി ഈ ഒരു ഐഡിയ ഉള്ളതൊക്കെ അറിയുന്നത്. അവരുടെ ഫോണിൽ നിന്നാണ് എനിക്ക് ഫോൺ കോൾ ചെയ്തത്. അത് കേക്കും കൊണ്ട് 1 മണിയാകുമ്പോഴത്തേന് എത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ടീച്ചർമാർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടാനും ടീച്ചറുടെ മാം ടു ബി ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ പിന്നെ മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട് 2 കുട്ടികളുണ്ട്. അവർക്ക് ഒരു ഈത്തപ്പഴലോടൊക്കെ റെഡിയാക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുഞ്ഞു വിശേഷങ്ങളും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇതാണ് കേട്ടോ എൻ്റെ ആമയുടെ ഇപ്പോഴത്തെ ടീച്ചർ. അങ്ങനെ ഈ കുഞ്ഞു 4ാം ക്ലാസ്സിലെ മിടുക്കുകൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ചുണ്ടാക്കിയ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് മറ്റുള്ള ടീച്ചേഴ്സും കൂടി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള LPയിലുള്ള എല്ലാ ടീച്ചേഴ്സും വന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും ഞാൻ പോയതല്ലേ എന്ന സ്ഥിതിക്ക് ഞാനൊക്കെ വീഡിയോ അങ്ങ് എടുത്തു വെച്ചു. ഓർക്ക് കുട്ടികൾക്ക് നിർബന്ധം അത് വീഡിയോ ഇടണം. ക്ലാസ് ഗ്രൂപ്പിൽ എന്തായാലും ഇത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ ടീച്ചർക്കൊരു യാത്രയപ്പം എന്നോണം കൊടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടി അവർക്ക് ഒരു പ്രാർത്ഥനയും സന്തോഷത്തോടെ കേക്കൊക്കെ മുറിച്ചു കൊടുത്ത്. ഈ ടീച്ചേഴ്സിൻ്റെ ഒത്തൊരുമയും അവർ കൊടുത്ത കെയറിങ്ങും കുട്ടികൾക്ക് കൊടുത്ത ആത്മവിശ്വാസം ഒരിക്കലും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഈ കുട്ടികൾ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചെന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും അത് ഏറ്റെടുത്ത് വേണ്ടിയിട്ട് കുട്ടികളെ സന്തോഷത്തിന് വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ആ ടൈമിൽ വന്ന് അതൊന്നുകൂടി അവർക്ക് അതിനുള്ള ആ ഒരു എല്ലാ ഇതിൽ കുട്ടികളെല്ലാവരോടും ഒരുപോലെ എങ്ങനെ നിൽക്കാനും കുട്ടികൾക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പാടിക്കോളി. May God bless you.
സ്വാമിക്ക് ലഡുണ്ട്. സ്വാമിക്ക് ലഡുണ്ട്. നിങ്ങൾ ഓരോരുത്തർ കുട്ടികൾക്ക് എടുത്തോടുത്താളേ. അല്ല ആദ്യമാലും അല്ല സ്വാമി ലഡു കൊണ്ടായാ പുറത്തേക്ക് പോണ്ട പറയും ടീച്ചറെ. സിറ്റൗട്ട് വരാന്തേക്ക് പോവില്ലേ? നിങ്ങൾക്കുള്ളത് യൂട്യൂബർ എന്തെങ്കിലും തിന്നോട്ടെ. അന്റെ ലഡുന്നോ? ആ ഓളെ ലഡു സ്പെഷ്യൽ ലഡു. എല്ലാവർക്കും ഉണ്ട്, കുട്ടി ടീച്ചർമാർക്കും ഉണ്ട്. അപ്പോൾ ഇതിലിതാ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മലക്ക് ശബരിമലക്ക് പോണ 2 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എനിക്ക് വെജിറ്റേറിയൻ ലഡു ഉണ്ടാക്കി തന്നെ. സമേന്റെ അമ്മയ്ക്ക് ഹാപ്പിയാ? എന്നാ കേക്ക് മുറിച്ചിട്ട് കൊടുത്തോളൂ. കേക്ക് മധുരം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഞാൻ അറിയില്ലല്ലോ ലഡു എന്നാ കൊണ്ടുവന്നീനു. നിങ്ങൾക്ക് ഈ നിമിഷം എന്തെങ്കിലും പറയാണ്ടോ? അയ്യോ പറയണേ. അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി അവരുടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ മക്കളുടെ സന്തോഷം അത് ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ. ആ ടീച്ചറോടുള്ള ആ ഇഷ്ടം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്കിതേപോലെ ടീച്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. നമുക്ക് സ്നേഹത്തോടെ ഒരുപാട് ടീച്ചർമാരുണ്ട്. ഒരുപാട് വർഷം കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അവരോടുള്ള അന്നത്തെ ആ ഇഷ്ടം എന്തായിരുന്നു. അന്ന് ചിലപ്പോൾ ദേഷ്യമുള്ള ടീച്ചർമാരുണ്ടാകും, പക്ഷെ നമ്മളോട് പഠിക്കാൻ പറയുമ്പോൾ നമുക്കുള്ള ദേഷ്യം. പക്ഷേ ഈ നമുക്കൊരു ഏജ് ആകുമ്പോൾ നമുക്ക് തോന്നും അവരെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിൽ, എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾക്കുണ്ട് ഒരു നിഷ ടീച്ചർ. ഇപ്പോഴും ഞങ്ങളെ കൂടെ എപ്പോഴും എല്ലാ പരിപാടിക്കും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മക്കൾക്കും ഈ ടീച്ചേഴ്സ് എന്നും കൂടെ ഉണ്ടാവട്ടെ. എല്ലാവരുടെ അവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഞാനും ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടോ ഈ ഒരു നിമിഷം എനിക്ക് കണ്ടപ്പോൾ. അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തെടുത്തു. അപ്പോൾ എന്നുണ്ടാക്കിയ കുഞ്ഞ് കേക്ക് ഇതാട്ടോ, വലിയ അടിപൊളിയൊന്നുമല്ല, തട്ടി ഒപ്പിച്ചൊരു കേക്കാണ്. കുറച്ച് സമയം കൊണ്ട്